ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ യൂട്യൂബിലെ ഏറ്റവും ട്രെൻഡിങ് ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ദിയ കൃഷ്ണയുടെ ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വ്ളോഗ് പുള്ളിക്കാരത്തി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ഒരുപാട് പേര് ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് കണ്ടു. ദിയ തന്നെ യൂട്യൂബിലെ വീഡിയോ ട്രെൻഡിങ് നമ്പർ 1 എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്കാരത്തിയുടെ സ്റ്റോറി 1 മില്യൺ ആൾക്കാർ, സ്റ്റോറി 10 ലക്ഷം ആൾക്കാർ, ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റോറിയൊക്കെ 10 ലക്ഷം ആൾക്കാർ കാണുന്നത്. അത്രയും റീച്ചാണ് ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് യൂട്യൂബ് കൊടുക്കുന്നത്. എന്താണെങ്കിലും ആ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ നൈസ് ആയിരുന്നു. അമ്മയും കുഞ്ഞും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ മലയാളികൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു കൊടുത്തത്. ആ ഒരു വീഡിയോ നോക്കുവാണെങ്കിൽ ഒരു സ്യൂട്ട് റൂം സെറ്റപ്പിലാണ് ആ ഒരു പ്രഗ്നൻസി നടന്നത്. ദിയയുടെ കൂടെ ആ ഒരു സമയത്ത് ഫാമിലി മെമ്പേഴ്സ് ഫുൾ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു രീതിയിൽ ഇങ്ങനെയും നടത്താം എന്ന് അറിയുന്നത്. ആ ഒരു ലേഡിയെ സംബന്ധിച്ച് വലിയൊരു സപ്പോർട്ടാണ് അവരുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നത്. നമുക്ക് അതിനെയൊക്കെ പറ്റി സംസാരിക്കാം. അതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിന്റെ അൽഗോരിതത്തെ പറ്റി ഒന്ന് സംസാരിക്കാനുണ്ട്. എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, എന്തുകൊണ്ട് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ യൂട്യൂബ് ഭയങ്കര ഒരു റീച്ചിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു ആദ്യമായി ഈ ദിയയ്ക്ക് സമാനമായിട്ടുള്ള ഒരു വീഡിയോ, ഒരു വ്ളോഗ് പോലെ ചെയ്തത് പേളിമാണിയാണ്. പേളിമാണിക്ക് ആ സമയത്ത് വലിയൊരു വ്യൂവർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടിയ ഒരു വീഡിയോ ആണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പേളിമാണിക്ക് മുമ്പ് വ്ളോഗായിട്ട് അല്ലെങ്കിലും വേറൊരു വ്യക്തിയും കൂടെ ഈ ഒരു പ്രഗ്നൻസി പച്ചയായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ശ്വേതാ മേനോനാണ്. കളിമണ്ണ് എന്ന് പറയുന്ന ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ശ്വേതാ മേനോൻ തന്റെ പ്രഗ്നൻസി ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് അന്ന് 2012 ഭയങ്കര കോൺട്രവേഴ്സി ആയ ഒരു സംഭവമാണ്. കാരണം നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റുമായിട്ട് വരുന്നത്. ഒരു പ്രഗ്നന്റ് വുമൺ ലൈവായിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമതി കൊടുക്കുന്നു എന്നുള്ള തരത്തിൽ. സോ ആ പടം വലിയൊരു വിജയമൊന്നും ആയിട്ടില്ലെങ്കിലും അതുമായിട്ട് ആ സമയത്തുണ്ടായ കോൺട്രവേഴ്സി ഭയങ്കര വലുതായിരുന്നു. പക്ഷെ എന്നാൽ 2025 10-13 കൊല്ലത്തിന് ശേഷം ദിയയുടെ ഇപ്പോഴത്തെ ഈ ഒരു വ്ളോഗിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ അടിയിൽ കാണാൻ പറ്റുന്ന കമന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് സപ്പോർട്ട്, ഏതാണ്ട് 90% മുകളിൽ ആൾക്കാരും സപ്പോർട്ട് ചെയ്ത്, വളരെ ചുരുക്കം നെഗറ്റീവ് കമന്റ്സ് മാത്രമേ അതിന്റെ അടിയിൽ കാണാൻ സാധിച്ചുള്ളൂ. കാര്യം അത്രയും ആൾക്കാർ ആ ഒരു വ്ളോഗിനെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. അത്രയും നമ്മളൊക്കെ അഡ്വാൻസ്ഡ് ആയെന്ന് വേണം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ദിയ കൃഷ്ണ ലാസ്റ്റ് ഇട്ട വീഡിയോ തന്നെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഒരു 21 hours-നുള്ളിൽ 4.4 മില്യൺ ആൾക്കാരാണ് കണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ 44 ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട്. ഇനിയും അതിന്റെ വ്യൂവർഷിപ്പ് ഭയങ്കരമായിട്ട് കുത്തനെ ഉയരും. കാര്യം അത്രയും ആളുകളിലോട്ട് ഈ സാധനം എത്തുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, എന്തുകൊണ്ട് ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ യൂട്യൂബ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു റീസൺ ഞാനൊന്ന് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഒന്ന്, ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് എപ്പോഴും ഒരു എവർഗ്രീൻ ടോപ്പിക്കാണ്. ഒരുപാട് ആളുകൾ എല്ലാ കാലത്തും സെർച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം കോൺസ്റ്റന്റ് ആയിട്ടുള്ള സെർച്ച് ഈ ഒരു ടോപ്പിക്കിന്റെ പുറത്ത് കിട്ടാറുണ്ട്. അപ്പം സെർച്ചിങ് കൂടുന്നതനുസരിച്ച് യൂട്യൂബ് റെക്കമെൻഡേഷൻ കൊടുക്കും. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വീഡിയോയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലോങ് വാച്ച് അവർ കൂടുതൽ ഈ കൈൻഡ് ഓഫ് വീഡിയോസിന്, ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് കിട്ടാറുണ്ട്. ഇപ്പൊ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഒരു 5 മിനിറ്റ് ഒക്കെ ആയിരിക്കും ഒരു ആവറേജ് വാച്ച് ടൈം കിട്ടുന്നത്. ആവറേജ് ഒരു വ്യക്തി 5 മിനിറ്റ് ആ ഒരു വീഡിയോ കാണുമായിരിക്കും. പക്ഷെ പ്രഗ്നൻസി എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ 5 മിനിറ്റ് എന്നുള്ളത് ചിലപ്പം 6-7 മിനിറ്റായി മാറും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇപ്പൊ ഞാൻ മുൻപിട്ട വീഡിയോയ്ക്ക് 5 മിനിറ്റ് ആണ് വാച്ച് ടൈം കിട്ടിയത്. അത് കഴിഞ്ഞ് ഇട്ട വീഡിയോയ്ക്ക് ഒരു 5.1 5 മിനിറ്റും 1 സെക്കൻഡ് വാച്ച് അവർ കിട്ടിയെന്ന് വിചാരിക്കുക. ആ ഒരു 1 സെക്കൻഡ് അവിടെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഭയങ്കര വലുതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 1 ലക്ഷം പേര് 1 സെക്കൻഡ് കണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ 1 ലക്ഷം സെക്കൻഡായി. 1 ലക്ഷം സെക്കൻഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 1666 മിനിറ്റ് ആയി. അതിനെ 60 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 27 മണിക്കൂറായി. അപ്പോൾ 1 ലക്ഷം പേര് 1 സെക്കൻഡ് കണ്ടപ്പോഴത്തേക്ക് 27 മണിക്കൂർ വാച്ച് ടൈം അവിടെ കിട്ടി. എന്ന് വെച്ചാൽ ഒരു ദിവസത്തിൽ പുറത്ത് വാച്ച് അവർ. അന്നേരം 2 സെക്കൻഡ് കണ്ടു കഴിഞ്ഞാൽ 54 മണിക്കൂർ, 3 സെക്കൻഡ് കണ്ടു കഴിഞ്ഞാൽ അന്നേരം ഈ സെക്കൻഡ്സിന് വരെ ഈ വാച്ച് ടൈമിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ സമയത്താണ് ഈ പ്രഗ്നൻസി റിലേറ്റഡ് ടോപ്പിക് വരുമ്പോഴത്തേക്ക് സാധാരണ കിട്ടുന്ന വാച്ച് ടൈമിനേക്കാൾ കൂടുതൽ 1-2-3 മിനിറ്റ് ആ വീഡിയോ ഡ്യൂറേഷൻ അനുസരിച്ചിരിക്കും. കമ്പാരിറ്റീവ്ലി വീഡിയോ ഡ്യൂറേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ആ ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ച് യൂട്യൂബ് റെക്കമെൻഡേഷൻ കൂട്ടും. ഞാൻ ദിയയുടെ കേസ് മാത്രമല്ല, ഒരുപാട് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഇപ്പൊ തനി മലയാളി പുള്ളിക്കാരത്തിയുടെ വീഡിയോസ് ഉണ്ട്, അതുപോലെ തന്നെ ബൂംബ പുള്ളിക്കാരന്റെ വീഡിയോസ് ഉണ്ട്. അന്നേരം ഇവരുടെ ഒക്കെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മാത്രമല്ല വളരെ ചെറിയ ചാനലാണെങ്കിൽ തന്നെയും വലുതും അധികം വ്യൂവർഷിപ്പ് ഒന്നും ഇല്ലാത്ത പല ചാനൽസും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രഗ്നൻസി റിലേറ്റഡ് ഒരു ടോപ്പിക് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര 1 മില്യൺ ഒക്കെ വ്യൂവർഷിപ്പ് പോകുന്നു. അതിന്റെ ഒരു മെയിൻ റീസൺ ഇതാണ്. എപ്പോഴും ആളുകൾക്ക് ഭയങ്കര ക്യൂരിയസ് ആണ് ഈ ഒരു കൈൻഡ് ഓഫ് ടോപ്പിക്കിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ആണ്. നമ്മളെ ഇമോഷണലി ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഈ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്. ഒരുപാട് കമന്റ്സ്, ഷെയർസ്
നമുക്ക് സാധാരണ ഒരു വീഡിയോയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കമന്റും ഷെയർസും ഈ ഒരു കൈൻഡ് ഓഫ് ടോപ്പിക്കിൽ കിട്ടും. അത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20-നും 40-നും ഇടയ്ക്കുള്ള വുമൻസ് ആയിരിക്കും കൂടുതലും എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ടോപ്പിക്ക് കാണുന്നത്. അത് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവാൻ ഇരിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ അവരെങ്ങനെ അതിനെ നോക്കി കാണുന്നു. അപ്പം പ്രഗ്നന്റ് ആയവർക്കും പ്രഗ്നൻസി അത് കഴിഞ്ഞവർക്കും എല്ലാവർക്കും ആ ഒരു ടോപ്പിക്കിനെ പറ്റി അവരെങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്തു എന്നറിയാൻ വലിയൊരു ക്യൂരിയോസിറ്റി അവിടെ ഉണ്ടാവും. അന്നേരം അവരുടെ ഒരു ഇമോഷനുമായിട്ട് അതിനെ കണക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ ദിയയുടെ വീഡിയോ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് പുള്ളിക്കാരത്തിയുടെ പെയിനും കാര്യങ്ങളൊക്കെ കൃത്യമായി അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ പലർക്കും ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ആണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു വീഡിയോസിന് നമുക്ക് കിട്ടുന്നത്. നമുക്ക് മീൻസ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കിട്ടുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു വീഡിയോ അടിയിൽ വന്ന് 1-2 കമന്റ് നോക്കുവാണെങ്കിൽ തന്നെ ആ കമന്റ് ഇങ്ങനെയാണ്: ഇത് കണ്ണ് നിറഞ്ഞു പോയി, 8 ഇയർ ആയി, മാരേജ് കഴിഞ്ഞിട്ട് മക്കളില്ല, എല്ലാവരും പ്രാർത്ഥിക്കണേ. ആ വ്ലോഗ് കണ്ടിട്ട് അവരുടെ കണ്ണ് നിറഞ്ഞു, അവർക്ക് കുട്ടികളില്ല. അവരെ ആ ഒരു വീഡിയോ എത്രമാത്രം ഇമോഷണലി കണക്ട് ചെയ്തെന്ന് ഈ ഒരു കമന്റിൽ നിന്ന് വ്യക്തമാണ്. കണ്ടില്ലേ, 16,000 പേരാണ് ആ ഒരു ഒരൊറ്റ വീഡിയോയുടെ അടി വന്ന കമന്റ് ലൈക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ കണ്ടു നിറഞ്ഞവർ ആരൊക്കെ 11,000 പേരാണ് ലൈക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇമോഷണലി ആളുകളെ ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള ആ ഒരു ടോപ്പിക്ക് കണക്ട് ചെയ്യും. അത് വൺ ഓഫ് ദ റീസൺ ആണ് ഇങ്ങനെയുള്ള കോണ്ടന്റിന് ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂവേഴ്സ് റിട്ടേൺ ആയി വരിക എന്നുള്ളതാണ്. ഒരു പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പ്രഗ്നന്റ് ആവുന്നു, അതിന്റെ ചെക്കപ്പ്, അത് കഴിഞ്ഞ് ഉള്ള ഓരോ പ്രൊസീജിയേഴ്സും ഓരോരോ സീരീസ് ആയിട്ടാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടു തുടങ്ങിയവർ ആ ഒരു കംപ്ലീറ്റ് ഒരു സീരീസ് പോലെ അത് കണ്ടു പോകും. അന്നേരം റിട്ടേണിംഗ് വ്യൂവേഴ്സിന്റെ എൻഗേജ്മെന്റ് ഈ കൈൻഡ് ഓഫ് വീഡിയോസിനകത്ത് കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള റീസൺസ് കൊണ്ടാണ് യൂട്യൂബിന്റെ അൽഗോരിതം പ്രഗ്നൻസി ടൈപ്പ് വ്ളോഗ്സിനെ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്ത് ആളുകളിലോട്ട് എത്തിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുക, നല്ല അടിപൊളി ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുക. എന്റെ വീഡിയോ കാണാൻ ഒരു ലക്ഷം പേര് ഇങ്ങനെ തയ്യാറായി ഇരിക്കുകയാണെന്ന് കരുതുക. പക്ഷെ യൂട്യൂബ് ആ 1,00,000 പേരിലോട്ട് വീഡിയോസ് എത്തിച്ചാൽ മാത്രമേ അവരിത് കാണത്തുള്ളൂ. അല്ലെങ്കിൽ അവർ സെർച്ച് ചെയ്ത് എന്റെ അക്കൗണ്ടിൽ വന്ന് എപ്പോഴും 1,00,000 പേര് നോക്കണം, അങ്ങനെയൊന്നും ആരും നോക്കത്തൊന്നുമില്ല. നമ്മളിടുന്ന വീഡിയോ അവരുടെ ഫീഡിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ അവരത് ക്ലിക്ക് ചെയ്ത് കാണത്തുള്ളൂ. വളരെ ചുരുക്കം പേര് മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ വന്നത് നോക്കുന്നത്. അന്നേരം ഈ 1,00,000 പേര് തയ്യാറായി ഇരുന്നാൽ പോലും യൂട്യൂബ് അതിന് റെക്കമെൻഡേഷൻ കൊടുക്കത്തില്ല. ആദ്യം ഒരു 10,000 പേരിലോട്ട് കൊടുക്കും. ആ 10,000 പേരുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രമേ യൂട്യൂബ് ബാക്കിയുള്ള ആളുകളിലോട്ട് ഇത് കൊടുക്കത്തുള്ളൂ. പിന്നെ അതിന്റെ റെസ്പോൺസ് നോക്കിയിട്ട് മാത്രം അതിന്റെ വാച്ച് ടൈമും അതിനകത്ത് ആൾക്കാരുടെ എൻഗേജ്മെന്റും ഒക്കെ നോക്കിയിട്ട് അടുത്ത ഒരു സെറ്റ് ഓഫ് ഒരു ഹയർ എമൗണ്ട് ഓഫ് ആളുകളിലോട്ട് ഇതിന്റെ റെക്കമെൻഡേഷൻ കൊടുക്കത്തുള്ളൂ. പക്ഷെ പ്രഗ്നൻസി വീഡിയോ വരുമ്പോഴത്തേക്ക് ആദ്യം കൊടുക്കുന്ന ആളുകൾ തന്നെ ഭയങ്കര എൻഗേജ്മെന്റ് ആയിരിക്കും. ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ വരുമ്പോഴത്തേക്ക് ഒരു ഹ്യൂജ് റെക്കമെൻഡേഷൻ ഓൾറെഡി തന്നെ യൂട്യൂബ് എടുത്താൽ കിട്ടും. കാര്യം അവർക്കറിയാം ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിന് വന്നു കഴിഞ്ഞാൽ ഇത് ആളുകൾ സ്വീകരിക്കുമെന്നുള്ള രീതിയിൽ. മാത്രമല്ല ഇതൊരു ഫീൽ ഗുഡ് ആണ്. ഇതിനകത്ത് വേറെ ഒഫൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഫീൽ ഗുഡ് ആകുമ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ ഇത് കാണും. എക്സ്പെഷ്യലി സ്ത്രീകളാണ് കാണുന്നത്. ആ സമയത്ത് ആ വീഡിയോക്കകത്ത് ഒരുപാട് ആഡ്സ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആഡ്സ് ഒരുപാട് കുത്തിക്കയറ്റാൻ പറ്റും. അപ്പൊ യൂട്യൂബിനും അത് ഭയങ്കര ഒരു ഗുണമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്യൂട്ട് റൂം സെറ്റപ്പിലാണ് ഈ ഒരു ഡെലിവറി നടന്നിരിക്കുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു, ഹോൾ ഫാമിലി ഉണ്ടായിരുന്നു. അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കമന്റ് ഞാൻ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കണ്ടു. ഒരു കമന്റ് ഞാൻ വായിക്കാം. കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ അമ്മയെയും ഹസ്ബൻഡിനെയും നിർബന്ധമായും ഡെലിവറിക്ക് കൂടെ നിർത്തണം. ആരെയും കാണാതെ നിലവിളിക്കുമ്പോൾ വഴക്ക് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ഇനിയെങ്കിലും ഒരമ്മമാർക്കും ഉണ്ടാകരുത്. ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഈ ഒരു കമന്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഡെലിവറിക്ക് വേണ്ടിയിട്ട് ലേബർ റൂമിലോട്ട് പോകുന്ന സ്ത്രീകൾ ഈ നേഴ്സന്മാരുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് വഴക്കുകൾ അല്ലെങ്കിൽ ബാഡ് വേർഡ്സ് കേൾക്കാറുണ്ട് എന്ന്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പെയിൻ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണെന്ന് കേട്ടിട്ടുണ്ട്. കൊച്ചത്ത് ചിലപ്പോൾ അലറിയെന്നിരിക്കാം. അപ്പൊ ഈ അലറുന്ന സമയത്തൊക്കെ ഈ സിസ്റ്റർമാർ ഇത് കണ്ട് അവർക്ക് ഇത് യൂസ്ഡ് ആയി. ചിലർക്ക് ഈ കിടക്കുന്ന സ്ത്രീയുടെ ഇമോഷൻസ് ഒന്നും ചിലപ്പോൾ അവർ കണക്ട് ആയെന്ന് വരില്ല. അവർ ചിലപ്പം മിണ്ടാതിരി ആ ഉള്ള രീതിയിലൊക്കെ സംസാരിക്കും. അതിനെപ്പറ്റിയാണ് ഈ ഒരു കമന്റും പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഇമോഷണൽ സപ്പോർട്ട്, ഓക്കെ, അവരെ സമാധാനിപ്പിച്ച് വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതിന് പകരം അവിടെ കിട്ടുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡാണ് ആ ഒരു സിസ്റ്റർമാരുടെ കയ്യിൽ നിന്ന്. അത് ആ സമയത്ത് മേ ബി ആ ഒരു സ്ത്രീയെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു കമന്റോടെ കാണിക്കാം. ബട്ട് എന്റെ ഡെലിവറിക്ക് നല്ല ഷൗട്ട് അവർ ചെയ്തു, ഫീൽ സാഡ്, 1 ഇയർ ആയിട്ടേ ഉള്ളൂ. ഒരു സ്ത്രീയുടെ എക്സ്പീരിയൻസ് ആണ്. നേഴ്സ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു എന്നുള്ള രീതി. വേറൊരു കമന്റ്: ട്രൂ വേർഡ്സ്, നേഴ്സന്മാരോട് ദേഷ്യം തോന്നിയ ഒരേ ഒരു ഡേ. കറക്റ്റ്, ഒന്ന് പ്രസവിച്ച നേഴ്സന്മാർ തന്നെയാണ് വഴക്ക് പറയുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ വിരോധാഭാസം. അപ്പോൾ കുറെ ആളുകൾക്ക് ഇതുപോലുള്ള നേഴ്സന്മാരുടെ ഭാഗത്തുനിന്നുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാലും നല്ല രീതിയിൽ ഇടപഴകുന്ന നേഴ്സന്മാരും ഉണ്ട്. എല്ലാവരെയും നമ്മൾ അടിച്ചാക്ഷേപിക്കില്ല. വേറൊരു കമന്റോടെ ഞാൻ വായിക്കാം. എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു. സഹിക്കാൻ വയ്യാത്ത വേദനയിൽ കരയുമ്പോൾ ഡോക്ടർ പുഷ് ചെയ്യാൻ പറയും. കുറെ
പുഷ് ചെയ്യുമ്പോൾ വേദന കാരണം അറിയാതെ ശ്വാസം അകത്തോട്ട് എടുക്കും. അപ്പോൾ കുഞ്ഞിന് വരാൻ പ്രയാസമാണ്. പുഷ് ചെയ്യുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. അപ്പോൾ കൂടെ നിന്ന് ഒരു പ്രായമുള്ള നേഴ്സ് വന്ന് എന്റെ തലയിൽ തലോടി പറഞ്ഞു, ഇയാൾക്ക് സപ്പോർട്ടിന് നമ്മൾ എല്ലാവരും ഉണ്ട്. കുഞ്ഞിന് ആരുമില്ല, തനിയെ ചവിട്ടി തുള്ളി വരണം. അപ്പോൾ അമ്മ പുഷ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിന് പെട്ടെന്ന് വരാൻ പറ്റും. ഇത് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ശ്വാസം കിട്ടാതെ ഞാൻ മരിച്ചാലും വേണ്ടില്ല. പുഷ് ചെയ്തു. ഇപ്പോൾ എനിക്ക് 2 മക്കളുണ്ട്. ഇത് 20 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. സോ അവരുടെ അനുഭവമാണ് ഈ പറഞ്ഞത്. ആ സമയത്ത് ആ ഒരു നേഴ്സ് വന്ന് കൊടുത്ത സപ്പോർട്ടാണ് അവർക്ക് അവിടെ കിട്ടിയ ഏറ്റവും വലിയ സപ്പോർട്ട്. ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഓസി എല്ലാവരും പറയുന്നത് ഓസി നീ ഭയങ്കര ഭാഗ്യവതിയാണ് എന്നുള്ള തരത്തിലാണ്. കാര്യം ഈ ഒരു കമന്റ് വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. വയറും കഴുകി മണിക്കൂറുകളോളം ലേബർ റൂമിൽ കിടന്ന് കരഞ്ഞ കാലം. പാവം എന്റെ അമ്മ മാത്രം നട്ടപ്പാതിരായ്ക്ക് പുറത്തുണ്ടാവും. പ്രസവിച്ചു കഴിഞ്ഞാൽ മാത്രം കാണാൻ വരുന്ന കുടുംബക്കാർ. ഓസി നീ ഭാഗ്യവതിയാണ്. അവരങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്യൂട്ട് റൂമിൽ ആ ഒരു ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു ദിയയ്ക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഡെലിവറി ടൈമിൽ അത്രയും ഒരു സപ്പോർട്ട് ഒരു ഫാമിലി മൊത്തം നിന്ന് കൊടുക്കുകയാണ്. അന്നേരം ഭയങ്കര റിലീഫ് ആയിരിക്കും ആ ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നത് അല്ലെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സെറ്റപ്പിൽ അങ്ങനെ ഡെലിവറി നടത്തുന്നത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നതല്ല, അങ്ങനെ ആണ്. അതിന് കൃത്യമായ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്കൊന്നും ഒരുപ്പെട്ട എല്ലാ നല്ല വലിയ ഹോസ്പിറ്റലുകളിലും ഇതുപോലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. റേറ്റിനെ പറ്റി വലിയ ധാരണയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അത്രയും പെയിൻ അനുഭവിക്കുമ്പോൾ ഈ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇന്ന് കൊടുക്കാൻ സപ്പോർട്ടും അത് ഭയങ്കര വലിയൊരു കാര്യമാണ് അത്. ഓക്കെ, ഇനി കം ടു നമ്മുടെ മെയിൻ ടോപ്പിക്ക്, എന്തുകൊണ്ട് ഇതിന് പ്രസവത്തിന് ഇത്ര റീച്ച് കിട്ടുന്നു എന്നുള്ളത്. ഇതിനകത്ത് വേറെ ഒരു ഫാക്ടറും കൂടെ ഉണ്ട്, ലിവിങ് വൈക്കേറിയസ്ലി. എന്ന് വെച്ചാൽ മറ്റൊരാളുടെ ലൈഫോ അവരുടെ എക്സ്പീരിയൻസോ കണ്ടിട്ട് നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസ് പോലെ നമ്മളത് കണക്കാക്കുക എന്നുള്ള ഒരു സംഭവത്തിനെയാണ് ഇത് ഈ ലിവിങ് വൈക്കേറിയസ്ലി എന്ന് പറയുന്നത്. ഇത് പറയാനൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ ഒരുപാട് കമന്റ് നമുക്ക് കാണാൻ പറ്റും, ഇത് കണ്ടിട്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ള രീതിയിൽ. അന്നേരം അവർക്ക് ആ ഒരു ഇമോഷൻ, അവരുടെ ഒരു ഇമോഷൻ പോലെ അവർക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കമന്റ് ഞാൻ കാണിച്ചു തരാം. ദിയാണ് പ്രസവിച്ചതെങ്കിലും വേദന മൊത്തം നമുക്കായിരുന്നു. മറ്റൊരു കമന്റ്, അമ്മയാവാൻ ഇതുവരെ ഭാഗ്യം എനിക്ക് കിട്ടിയില്ല, 9 വർഷമായി കാത്തിരുന്നു. അതിന്റെ കണ്ണീരിലും പ്രാർത്ഥനയിലുമാണ് ഈ യാത്ര കഴിഞ്ഞത്. അതിനിടയിൽ കണ്ട മനോഹരമായ ഒരു വീഡിയോ. അഭിനന്ദനങ്ങൾ ദിയയ്ക്കും അശ്വിനും എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു കമന്റ് വരുന്നത്. അപ്പൊ പലരും അവർക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ട് അവരുടെ ഒരു ആ രീതിയിൽ അവർ അങ്ങനെ ഒരു സമാധാനം കണ്ടെത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഈ വീഡിയോ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വാച്ച് ചെയ്ത് കാണും. ഈ കമന്റിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട് 3 വട്ടം കണ്ടു എന്ന് പറയുന്നത്. കണ്ടില്ലേ? മേ ബി അത് ഈ ഒരു റീസൺ കൊണ്ടാവണം. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ഈ കൈൻഡ് ഓഫ് ഒരു ടോപ്പിക്കിന് ഇത്രയും ഒരു സ്വീകാര്യത യൂട്യൂബിൽ കിട്ടുന്നത്. യൂട്യൂബിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയ എല്ലായിടത്തും കിട്ടാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വാർത്താ ചാനലുകൾ വരെ ഈ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസസ് കൊടുത്തിട്ടുണ്ട്. ഇത് മനോരമ ഓൺലൈനകത്ത് വന്നതാണ്. ഞാൻ ആദ്യമായി സന്തോഷം കണ്ട് കരഞ്ഞു, ഓമിയെ കയ്യിലെടുത്ത അഹാന, അതുപോലെ തന്നെ ന്യൂസ് 18, അങ്ങനെ ഒരുപാട് ചാനൽ, ഏഷ്യാനെറ്റിനകത്തൊക്കെ ഇതുപോലെ വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ അടിയിലൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. ഈ ഓസിയുടെ ഈ ഒരു വീഡിയോ അടിയിൽ കമന്റ്സ് ഇല്ലെങ്കിൽ പോലും ആ ഒരു പർട്ടിക്കുലർ ന്യൂസിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് ഉണ്ട്. നിനക്കൊക്കെ വേറെ പണിയൊന്നുമില്ലേ, ഇതൊക്കെയാണ് ഒരു വാർത്ത, ലോകത്തിൽ ആദ്യത്തെ ഗർഭമാണോ, നിങ്ങളൊക്കെ ഇത്രയും തരം താഴരുത് എന്നുള്ള തരത്തിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അതിന്റെ അടിയിൽ കണ്ടു. വേറെയും അതിനേക്കാളും മോശം കമന്റ്സ് ഉണ്ട്. എന്തായാലും ഞാൻ അതൊന്നും എടുത്തുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സോ അപ്പൊ അതാണ് ഗൈസ്, കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ട് യൂട്യൂബ് പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസിന് ഇത്രയും റീച്ച് കൊടുക്കുന്നു എന്നുള്ള കാര്യം. ഫാമിലി വ്ളോഗ് ആരെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് വളരണമെങ്കിൽ പെട്ടെന്ന് പ്രഗ്നന്റ് ആയാൽ മതി, യൂട്യൂബ് തന്നെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്തോളൂ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. കുഞ്ഞും ദിയയും എല്ലാം വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. വേറെ വീഡിയോ കാണാം. എന്താണ് നിങ്ങളുടെ കമന്റ് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ശരിയെങ്കിൽ ടാറ്റ, ബൈ ബൈ.